4 പഞ്ചായത്തുകളുടെ ജനജീവിതം തന്നെ ദുസ്സഹമാകുന്ന തരത്തിലുള്ള കണ്ണംപാറ എസ്റ്റേറ്റിലെ പാറക്കോറി മാഫിയയ്ക്കെതിരെ വർഷങ്ങളായി തുടരുന്ന സമരപരിപാടികളുമായി സമരഭടന്മാർ ഇപ്പോഴും മുന്നിൽ തന്നെയുണ്ട്. വിജയം വരെയും സമരം ചെയ്യും, അല്ലെങ്കിൽ സമരം ചെയ്ത് മരിക്കും. ഇതാണ് ഇന്നാട്ടുകാരുടെ മുദ്രാവാക്യം. നിങ്ങളുടെ വീടിൻ്റെ മുന്നിലൂടെ ടൺ കണക്കിന് ഭാരവുമായി ഇടതടവില്ലാതെ ഇതുപോലെ വാഹനങ്ങൾ പോയാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? 10 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകാൻ പാടില്ല എന്നാണ് ഇന്നാട്ടിലുള്ളവർ ഏകകണ്ഠമായി പറയുന്നത്. അതിൻ്റെ കാരണം ഇവർ തന്നെ പറയും, നിങ്ങൾ കേട്ടു നോക്കുക. പാടില്ല. പല ജീവിതത്തിന് ദുസ്സഹമായി ബാധിക്കുന്ന തരത്തിലുള്ള എന്ത് കാര്യമാണ് ഇവിടെ നടക്കുന്നത്? അതിനെ കുറിച്ചൊന്ന് പറയാം. നിങ്ങൾക്ക് അറിയാവുന്നത്. ഞങ്ങളുടെ വീടൊക്കെ ഭിത്തികൾ ഇടുകയും പൊട്ടി പിളരുകയാണ് ചെയ്യുന്നത് ഭിത്തികൾ. പിന്നെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ ഈ വാഹനങ്ങൾ ഇത്രയും വെയിറ്റ് ഉള്ള വാഹനങ്ങൾ പോകുന്നതുകൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്, അതോ ഈ പാറക്കോറിയുടെ എക്സ്പ്ലോസീവ് കൊണ്ടാണോ സംഭവിക്കുന്നത്? ഇപ്പോൾ പാറ പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളത് പാറ പൊട്ടിക്കുന്നതായാലും ഈ ടൺ കണക്കിന് സൗണ്ടൊക്കെ ഇങ്ങ് വരുമോ? ഈ പാറ അതിഭീകരമായ സൗണ്ടാണ്. ഭയങ്കര സൗണ്ടാണ്. ആ സമയത്ത് നമ്മളെ വീടുകളൊക്കെ കുലുങ്ങാറൊക്കെ ഉണ്ടോ? കുലുങ്ങും. ഗ്ലാസ് ജനലുകൾ കിടന്ന് കുലുങ്ങും. ഭിത്തി അങ്ങനെ പൊട്ടിയിട്ടുണ്ടോ ഇവിടെ ആരുടെയെങ്കിലും വീടുകളിൽ? അങ്ങനെ വീടുകളിലെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇതാണെങ്കിൽ ഒരു B2 കാറ്റഗറിയിൽ പെട്ട ഒരു ക്വാറിയാ. B2 കാറ്റഗറി എന്ന് വെച്ചാൽ ഇവർക്ക് ലോഡ് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ടിപ്പർ ആണെങ്കിലോ ടോറസ് ആണെങ്കിലോ 20 കൂടിപ്പോയ 30 ലോഡിൽ കൂടുതൽ ഒരു ദിവസം പോകാനുള്ള പെർമിഷൻ ഇല്ല. അതാണ് B2 കാറ്റഗറി. പക്ഷെ ഒരു ദിവസം ഇവിടുന്ന് പോകുന്ന ലോഡെന്ന് പറയുന്നത് 100 ചില ദിവസം 90 100 120 ലോഡ് വരെ നിരന്തരം അങ്ങ് പോയിക്കൊണ്ട്. അപ്പൊ ഈ വിഷയം അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങൾ ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് തന്നെ ഒരുപാട് ലെറ്റേഴ്സ് കൊടുത്തു. ചടയമംഗലം പഞ്ചായത്ത് സെക്രട്ടറി ഒരുപാട്. അദ്ദേഹം നിസ്സഹായനാണ്. കാരണം ഞങ്ങൾക്ക് ഇപ്പൊ അർജന്റായിട്ട് ഞങ്ങൾക്ക് ഈ കോറി ഇവിടെ വേണ്ട, ഈ കോറി ഞങ്ങൾക്ക് ഇവിടെ വേണ്ട. പക്ഷെ അർജന്റായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ബോർഡ് സ്ഥാപിക്കണം, ഈ വലിയ വാഹനങ്ങളെ നിയന്ത്രിക്കണം. ഞങ്ങളുടെ ഈ ഇതുവഴി സ്കൂൾ ബസ് തന്നെ രാവിലെ 7 മണി മുതൽ ഏതാണ്ട് ഒരു 10 സ്കൂൾ ബസ് തന്നെ ഇതുവഴി ഉണ്ട്. ആ ബസ് തന്നെ ബസ്സുകാർ തന്നെ പറയുന്നു ഞങ്ങൾക്ക് ഇനി ഇതുവഴി നിങ്ങളെ കുട്ടികളെ എടുക്കാൻ വരാൻ ഞങ്ങൾക്ക്. സ്കൂൾ ബസ്സുകാരും അങ്ങനെ ഇന്ന് രാവിലെ മർത്തോമ സ്കൂൾ ബസ്സും ഒരു ടോറസ് തമ്മിൽ ഒരു ചെറിയ ഇഷ്യൂ പോലെ സംഭവിച്ചു. അവർക്ക് രാവിലെ ലോഡ് എടുക്കാം. രാവിലെ എത്ര മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും ലോഡുകളൊക്കെ? സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 4 മണി മുതലേ കാലിവണ്ടി കയറി പോകും. പക്ഷെ ഒരു 5:30 മുതൽ ലോഡുമായിട്ട് വണ്ടികൾ ഇറങ്ങി തുരുതുര. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അവർ സൗണ്ടും എരപ്പും ആകെപ്പാടെ ഒരു എല്ലാരും ഒരു നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ കോറി വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വലിയ സമരപരിപാടികളും ഒക്കെ ആയിട്ട് മുന്നിട്ടിറങ്ങിയ ആളുകളല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സമരപരിപാടികളിൽ ഉറച്ചു നിന്നിട്ടും ഇത് വിജയിക്കാതെ പോയതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അത് ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ വിശ്വസിക്കുന്നത് രാഷ്ട്രീയ നേതാക്കൾ ഈ പ്രാദേശിക ഇവിടുത്തെ ഒരു മുതിർന്ന ആള് തന്നെ, പ്രാദേശിക നേതാവ് തന്നെ ഇതിന്റെ കൂടെ നിൽക്കുമ്പോൾ വേറെ പിന്നെ അണികൾ നിൽക്കത്തില്ലല്ലോ. അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നീതി ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടു. അല്ലാതെ കേൾക്കട്ടെ, ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞോളൂ. എന്താണ് നിങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം പറഞ്ഞോളൂ. 50 വർഷം 68 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ 50 വർഷം കൊണ്ട് വോട്ട് ചെയ്യുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ്. അവർ നമ്മളറിയാതെ ഈ 150 ഏക്കറോളം വരുന്ന മുത്തൂറ്റാറിൻ്റെ പ്ലാന്റേഷനും അതിൻ്റെ അയൽവാസികളുടെ പെരടങ്ങളെല്ലാം കൂടെ മേടിച്ച് ചേർത്തുകൊണ്ട് 5 പാറക്കോറിയാണ് ഇതിനകത്ത് വന്ന. ഇപ്പോൾ ഒന്നേ പൊട്ടിക്കുന്നുള്ളൂ. 5 പാറക്കോറിക്കാണ് കൊടുത്തേക്കുന്നത്. ഈ പാറക്കോറി ചടയമംഗലം പഞ്ചായത്തും ഗൂണ്ടായുസത്തിൻ്റെ നടുവിലാണ്. ആരെയും വിരട്ടി ഭീഷണിപ്പെടുത്തി പൈസ മേടിച്ചുകൊണ്ട് ഇതിന് അനുമതി കൊടുക്കുന്നു. ഇപ്പം നമ്മൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടാവണം. യഥാർത്ഥ ഈ പഞ്ചായത്തും ഈ പാറക്കോറിയും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് നമ്മുടെ ഒരു കാര്യങ്ങൾ നടക്കാതെ പോകുന്നതാണ്. ഒരു കോറി അനുവദിക്കണമെങ്കിൽ 8 മീറ്റർ റോഡ് പഞ്ചായത്തിന് വേണം, ആ കോറിക്ക് വേണം. ഒരു ആംബുലൻസോ ഫയർഫോഴ്സോ കയറി പാൻ യഥേഷ്ടം വേണം, 8 മീറ്റർ വേണം എന്നുള്ള നിയമമുണ്ട്. ഇവിടെ നോക്ക് എത്ര മീറ്റർ ഉണ്ടെന്ന്? 3.5 മീറ്റർ. 1. അത് കഴിഞ്ഞിട്ട്
പ്ലാന്റേഷൻ എസ്റ്റേറ്റ്, അതിനകത്ത് കോറി അനുവദിച്ചുകൂടാനുണ്ട്. ഇത് ഇത് എസ്റ്റേറ്റ് ഭൂമിയാണ്. കൃഷിഭൂമിയാണ് മുത്തൂറ്റാണ്. വിജയ എസ്റ്റേറ്റ്, 36 എഴുതുന്ന വിജയ എസ്റ്റേറ്റാണ് ഈ ഇവർ നടത്തുന്ന ഒന്ന്. പിന്നെ നീർത്തട പദ്ധതി എന്ന് പറയുമ്പോൾ പരിസ്ഥിതി മേഖല. ഇവിടെ 10-40 കോടി രൂപ മുടക്കി ഇപ്പോഴും ഇവിടെ തോടിന്റെ കെട്ട് കിടക്കുന്നു. ഇപ്പോഴും പണി കിടക്കുക. അത് പരിസ്ഥിതി മേഖല ഒന്ന്. അത് കഴിഞ്ഞിട്ട് വനത്തിന്റെ ജെണ്ടയും ഇവരുടെ മാർജിൻ ബോക്സുമായിട്ട് 43 മീറ്ററേ ഉള്ളൂ. ഈ യൂക്കാലി തോട്ടത്തിന്റെ യൂക്കാലി അല്ല, അത് മനസ്സിലായി. റിസർവ് വനമാണ്. റിസർവ് വനമാണ്, അറിയോ. മാത്രമല്ല ചന്ദനമാണ് അവിടെ കൂടുതൽ. ഈ പാറക്കോറി പ്രദേശം എന്ന് പറയുന്നത് മൊത്തത്തില് ഇതെല്ലാം ഒരു കാരണവശാൽ അനുവദിച്ചുകൂടാത്തൊരു മേഖലയിൽ ഇവര് ഈ സാമ്പത്തിക അടിസ്ഥാനത്തിൽ എല്ലാവരും വിലക്ക് വാങ്ങിച്ചിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്, ജിയോളജി ആയാലും പൊല്യൂഷൻ ആയാലും കൂടുതൽ വേണ്ട കളക്ടറേറ്റ് ആയാലും ശരി, കംപ്ലീറ്റ് ഡിപ്പാർട്ട്മെന്റിനെ അവർ വിലക്ക് വാങ്ങിച്ചിട്ട് അനധികൃതമായിട്ട് നേടിയ ഒരു NOC ആയിരുന്നു. അതിനൊരു തെളിവാതാണ്ട് ഈ റോഡ്. ഇത് ഏകദേശം എത്ര മീറ്റർ വരും? ഇത് 3.5 മീറ്റർ ഉണ്ട്. 3.5 മീറ്ററേ ഉള്ളൂ. ഈ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് അവരെങ്ങനെ NOC കൊടുത്തു? അവർക്ക് ഇത് NOC റദ്ദ് ചെയ്യാൻ പറ്റും. അവർ NOC എന്തുകൊണ്ട് റദ്ദ് ചെയ്യുന്നില്ല? ഞങ്ങളെ കംപ്ലീറ്റ് ഇവിടെ വീടുകളിൽ ഈ നാട്ടിലുള്ളവരുടെ ആരുടെ അഭിപ്രായം ചോദിച്ചിട്ട് ഒരുത്തരും ഒരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ചടയമംഗലത്തുള്ള ആളാണ് അതിന് ഫിറ്റ്നസ്, പോരേടത്തുള്ള ആളാണ് ഫിറ്റ്നസ് എഴുതി കൊടുത്തേക്കുന്നത്. നമ്മുടെ കുടിവെള്ളത്തിന് കുഴപ്പമില്ല. ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ എല്ലാ വർഷവും വെള്ളം കൊണ്ടുവന്നാണ് 2 മാസം ഇവിടെ കൊടുക്കുന്നത്. അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ പോരേടത്തുള്ള 2 പേര് ഒപ്പിട്ട് കൊടുത്ത് അവിടെ ഒരു കുഴപ്പമില്ല, ആള് താമസമില്ല, കുടിവെള്ളം എല്ലാം ഒപ്പിട്ട് കൊടുത്ത്. അതും പാർട്ടി നേതാക്കൾ തന്നെയാണ്. ഇവിടെ വെള്ളൂപ്പാറയുള്ള വേറൊരു നേതാവ് ഒപ്പിട്ട് കൊടുത്തു. ഇവിടുത്തെ ഒരുത്തൻ താമസിക്കുന്നുണ്ട് കള്ളിക്കാട്, അവനും ഒപ്പിട്ട് കൊടുത്തു. ഈ പരിസരത്ത് ആരെങ്കിലും ഒരു 3 കിലോമീറ്ററിനകത്തുള്ള ഒരുത്തനെ ഇതിനെ വിളിച്ചിട്ടുണ്ടോ, ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ ചോദിച്ചു നോക്കി. ഈ വീട്ടുമുറ്റത്ത് നിന്ന സ്ത്രീകളുടെ ഫോട്ടോ പിടിച്ചു ഞങ്ങളുടെ കയ്യില് കോടതി ഓർഡർ ഉണ്ട്. ഞങ്ങൾ കേസിൽ പ്രതിയാക്കും എന്ന് പറയുന്ന കള്ളക്കേസുകൾ അവരുടെ പ്രോപ്പർട്ടിയിൽ ഇന്ന് വരെ ഈ പരിസരത്തുള്ള ഒരു കുഞ്ഞുങ്ങൾ കാലി ചവിട്ടിയിട്ടില്ല. അവരുടെ ജോലിക്കാരെ മുതലാളിമാരെ ഇച്ചിപ്പോ എന്ന് പറഞ്ഞിട്ടില്ല. രീതിയിലുള്ള കള്ളക്കേസിന്റെ അവന്മാരിങ്ങനെ ദ്രോഹങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറെ കേസ് ചടയമംഗലം സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്ത്രീകളുടെ പേര്. ഇപ്പോഴും നിങ്ങൾ ഈ പാറക്കോറി ഇവിടെ അനുവദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള നിയമയുദ്ധങ്ങളിലാണോ അതോ ആണോ പിന്നെ പോരാട്ടത്തിലാണ്? കേസാണ് ഇന്ന്, കേസാണ് ഹിയറിംഗ് ആണ് ഹൈക്കോടതിയിൽ. ഹൈക്കോടതി ഹിയറിംഗ് ആണ്. നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറില്ല. ഇവരെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വധഭീഷണിയുണ്ട്. വധഭീഷണിയുണ്ട്. പള്ളിക്ക് ഇറങ്ങിയാൽ ചെയ്യും. പിന്നെയാണെങ്കിൽ തിരുവനന്തപുരത്ത് ചെന്ന് അവിടെ ഞങ്ങളിപ്പോ എന്തായാലും മരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഇന്നലെ ആണെങ്കിൽ ഇവിടുന്ന് ബോർഡ് വെക്കാൻ മെനങ്ങാന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് ഇവിടെ കല്ലിട്ട്, നേരത്തെ ഇവിടെ ജനപ്രതിനിധികളെല്ലാം വന്നിട്ട് ആ കല്ല് ഇവരാണ് പോലീസിന്റെ മുമ്പിൽ വെച്ച് അത് ഊരി തൂരക്കളഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പരാതിയുമായിട്ട് പഞ്ചായത്ത് ചെല്ലുകയും ഇതെല്ലാം കഴിഞ്ഞ് പ്രസിഡന്റിനെ കാണും. പിന്നെ പ്രസിഡന്റ് ഇന്നലെ വന്നിട്ട് ഇവിടെയാണെങ്കിൽ ആ കല്ല് കുഴിച്ചിടുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് പ്രസിഡന്റ് പറഞ്ഞ് അവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു 100 മീറ്ററേ ഉള്ളൂ മടവൂർ പഞ്ചായത്ത്. മടവൂർ പഞ്ചായത്തിൽ എന്ന് പറഞ്ഞാൽ 10 ടണ്ണിൽ കൂടുതൽ ഉള്ള വാഹനം അതിലെ കടന്നു പോകുന്നതാണ് മടവൂർ പഞ്ചായത്ത് ഒറ്റ ദിവസം കൊണ്ട് ബോർഡ് വെച്ചവിടെ. ഇവിടുത്തെ പഞ്ചായത്തിനോട് നമ്മൾ പറയുമ്പോൾ പറയും അതിന് ഒരുപാട് നിയമക്കുരുക്കുണ്ട്, നിയമങ്ങളുണ്ട്. നമുക്ക് സെക്രട്ടറിയുടെ ഏത് പഞ്ചായത്ത് സെക്രട്ടറി നമ്മളെ മുഖത്ത് നോക്കി ഒന്നും ചെയ്യത്തില്ല. ഇവിടെ ഇപ്പം നിങ്ങളൊരു ഒരു 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 ബോർഡ് തയ്യാറാക്കി വെച്ചിരിക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ ആര് പറഞ്ഞിട്ട് ആ ബോർഡ്? അത് ഇന്നലെയാണെങ്കിൽ പറഞ്ഞു, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റും പിന്നെ സെക്രട്ടറിയും കൂടെ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് 2 ദിവസം പിടിക്കും ബോർഡ് ഉണ്ടാക്കേണ്ടി വരുന്നതിന് 2 ദിവസം പിടിക്കും. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരു ബോർഡ് ഉണ്ടാക്കി, ഞങ്ങളാണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് അതിൻ്റെ പൈസ എത്ര ബില്ലാവുന്നെങ്കിലും ഇന്ന് 5 മണിക്ക് ഇന്നലെ 5 മണിക്ക് ഇടാന്ന് പറഞ്ഞ ബോർഡാണിത്. എന്നിട്ട് 5 മണിക്ക് പ്രസിഡന്റ് വന്നിട്ട് ഇതിടാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളെല്ലാം കാത്തു നിന്ന് പ്രസിഡന്റ് ഇപ്പം നമ്മളെ ഒരു 40% ഇവിടുത്തെ ദുഃഖം അങ്ങ് മാറിക്കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പം ഈ ചടയമംഗലം പഞ്ചായത്തിന്റെ ഭരണസമിതിയും പാറക്കാറിയ മാഫിയും തമ്മിൽ ഒത്തുകളിക്കുന്നതായിട്ട് തോന്നുന്നു. ഒത്തുകളിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് സംശയം. മീറ്റർ വീതിയില്ല ഈ പഞ്ചായത്ത് റോഡ്. ഇതെന്ന് വെച്ചാൽ പഞ്ചായത്ത് റോഡ് വേട്ടാഞ്ചിറ വരെ പഞ്ചായത്ത് റോഡാണ്, ഇവിടെ നിന്ന് അറുകാഞ്ചിറം വരെ. ഞങ്ങൾ എത്ര മീറ്റർ ഉണ്ട് റോഡ്? ഇത് 5 മീറ്റർ 6 മീറ്റർ കൂടുതൽ ഈ റോഡില്ല. ഞങ്ങൾ ഗവൺമെന്റിന്റെ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ കൊണ്ടുവന്ന് പഞ്ചായത്തിൽ കാണിച്ച് ആപ്ലിക്കേഷനും കൊടുത്തു. എന്തായിരുന്നു ആ ഓർഡർ? ഓർഡറിലെന്ന് പറഞ്ഞാൽ 8 മീറ്റർ വേണം പാറക്കോറിയുടെ വണ്ടി പോകണം. 8 മീറ്റർ കുറഞ്ഞ് ഉള്ള റോഡിൽ കൂടെ പാറക്കോറി നടത്താൻ പാടില്ല. അത് പഞ്ചായത്ത് റോഡിൽ എന്ന് പറഞ്ഞാൽ
10 ടൺ വെയിറ്റ് കൂടുതൽ ടോറസ് മറ്റുള്ള വാഹനങ്ങളോ പോകാൻ പാടില്ല. പല റോഡുകൾ ഈ ഓർഡർ മേടിച്ചുകൊണ്ട് ഇവിടെ ഇവരെ കാണിച്ച് ഇവർക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. കൊടുത്തിട്ടാണെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇവിടെ ഇത് നിങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ വൈകുന്നേരത്ത് 5 മണിക്ക് വന്ന് ഇട്ടതാണെന്ന് പറയും. 5 മണിയുടെ കാത്ത് 5:15 വിളിച്ചു പ്രസിഡന്റിനെ വിളിച്ചാൽ പ്രസിഡന്റ് പറയുന്നത് അത് പിന്നെ അലക്സേ എനിക്ക് മോളിൽ നിന്ന് ഒരുപാട് പ്രസിംഗ് ഉണ്ട്, എനിക്ക് മാത്രം അങ്ങനെ ഇടാൻ പറ്റത്തില്ല. ഇവിടെ ഇതുവഴി ഓടുന്ന ഈ വാഹനങ്ങൾ ഇവിടുത്തെ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നു. ബസ്സുകാർ നിർത്താൻ പോവുകയാണ്. ഒരു ബസ് ഇതിലുള്ളൂ. ആ ബസ്സുകാർ നിർത്താൻ പോണ്. ആട്ടോക്കാർ വരുന്നില്ല. റോഡ് മൊത്തം പൊളിഞ്ഞ് തരിപ്പണമായി. പാലത്തിൽ നോക്കണം, കല്ലൂർ പാലം എന്ന് 5 മീറ്റർ വീതിയിലുള്ള പാലമാണ്. 40 വർഷം പഴക്കമുള്ള പാലമാണ്. ചടയമംഗലം പഞ്ചായത്ത് ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം കണ്ണമ്പാറ നിവാസികൾ നിർമ്മിച്ച ബോർഡാണ് ഈ കാണുന്ന ദുരന്ത നിവാരണ നിയമപ്രകാരം 10 ടണ്ണിന് മുകളിൽ ഭാരം കയറ്റിയ വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു എന്ന ഈ ബോർഡ്. 2 വാഹനങ്ങൾ കഷ്ടിച്ചു പോകാൻ കഴിയുന്ന അത്രയും വീതി മാത്രമാണ് ഈ ഒരു റോഡിനുള്ളത്. ഇതുവഴി യാത്ര ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്കൂൾ വാഹനം ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പഞ്ചായത്ത് ഭരണസമിതിക്കായിരിക്കും എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനകീയ ഭരണസമിതിയാണ് ചടയമംഗലം പഞ്ചായത്ത് ഭരിക്കുന്നതെങ്കിൽ ഈ ജനകീയ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം എന്ന് ഓർമ്മിപ്പിക്കുന്നു.